ഹായ്, ലോകേഷ് കനകരാജിന്റെ കൂലി. ഇത് കൂലിയല്ല, ഇതാണ് തൊഴിലുറപ്പ്. സിനിമയിൽ അഭിനയിച്ച എല്ലാ ആൾക്കാർക്കും 100 ദിവസം തൊഴിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് ഈ പടം. ഞാൻ ആദ്യമേ പറയാം, ഇത് LCUവിന്റെ ഭാഗമല്ല. ഇത് ആക്ച്വലി ICU എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ച പടക്കം എടുത്തിട്ട് സ്വാതന്ത്ര്യത്തിന്റെ തലേദിവസം എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് നമ്മുടെ കനകരാജ് അണ്ണൻ. ഈ പടം LCUവിന്റെ ഭാഗം അല്ല എങ്കിൽ പോലും, ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയാണെങ്കിൽ പോലും, ലോകേഷിന്റെ പഴയ സിനിമകളുടെ അത്രയും സ്ക്രിപ്റ്റ് ബേസിലും മേക്കിംഗ് ബേസിലും അത്രയും ക്വാളിറ്റി ഒന്നും ഈ പടത്തിനില്ല കേട്ടോ. ഇതൊരു ആവറേജ് രജനീകാന്ത് മൂവി പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇതിൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇത്രയും ഹൈപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വളരെ സിനിമ കണ്ട് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും തോന്നില്ല. മനസ്സിലായോ? സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 10 മിനിറ്റ്, അതായത് സൗബിന്റെ ഇൻട്രോ കഴിഞ്ഞ് സൗബിന്റെ ഒരു ക്യാരക്ടർ അനാവരണം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് നമ്മൾ ഉദ്ദേശിച്ച നിലയ്ക്ക് പോകുന്ന ഒരു പടമൊന്നും അല്ല. കാരണം മേക്കിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാലും, ഇതിന്റെ സിറ്റുവേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാലും, ഇതിന്റെ സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാലും എന്തൊക്കെയോ ചില അപാകതകൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പിടികിട്ടും. പിന്നെ എല്ലാ ഓഡിയൻസും ചെറുതായിട്ട് നടങ്ങും. ആലോചിച്ച് നോക്കണം, രാവിലെ 6 മണിക്കാണ് നമ്മൾ പടത്തിന് പോയത്. രജനീകാന്തിന്റെ ഫാൻ എന്നല്ല, ഈ ലോകേഷ് കനകരാജിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും ആ ഒരു രസം ഉണ്ടല്ലോ. പിന്നെ ഇത്രയധികം ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും ക്രൗഡിൽ ഇരുന്നിട്ടാണ് നമ്മൾ, അത്രയും സിനിമ പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർക്കിടയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ പടം കാണുന്നത്. പടം തുടങ്ങിയ 10 മിനിറ്റ് തന്നെ തിയേറ്റർ ഏകദേശം സൈലന്റ് ആകും. കാരണം നമ്മൾ നല്ലോണം പ്രതീക്ഷ വെച്ച് കാണാൻ വേണ്ടി പോയിട്ട് നമ്മളെപ്പോഴും കണ്ടുവരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു ലോകേഷ് കനകരാജ് മേക്കിങ്ങും അതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. തുടക്കം മുതലേ നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഏകദേശം അടങ്ങും. പിന്നെ കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. രജനീകാന്ത്, നാഗാർജുന, ആമിർ ഖാൻ, അതുപോലെ തന്നെ ഉപേന്ദ്ര, പിന്നെ നമ്മളെ കട്ടപ്പയുടെ പേര് സത്യരാജ്, അതുപോലെ തന്നെ സൗബിൻ ഷാഹിർ, ശ്രുതി ഹാസൻ, പിന്നെ ഒരുപാട് ആൾക്കാർ. ബാബുരാജ് എല്ലാം അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ബാബുരാജ് തുടക്കത്തിൽ വന്ന് അടികൊള്ളും, പിന്നെ അവസാനം വന്ന് അടിയും കൊള്ളും വെടിയും കൊള്ളും. അങ്ങനെ ബാബുരാജ് ഏകദേശം പടമാകും. കട്ടപ്പയുടെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കട്ടപ്പുകയാവുന്നുണ്ട്. ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർസ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പടത്തില് അതും അത്രയും വലിയ വില്ലനിസം കാണിക്കാൻ കപ്പാസിറ്റി ഉള്ള ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുള്ള ഒരു പടത്തില് സൗബിനാണ് ഈ പടത്തിലെ വില്ലൻ എന്ന് പറയുന്നത്. അത് നമുക്ക് പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പിടികിട്ടുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഒരു ഹീറോയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വില്ലൻ ഒന്നുമല്ല, വളരെ പുവർ ആയിട്ടുള്ള ഒരു വില്ലനാണ്. പക്ഷെ ഇതിനെക്കാളും വലിയ വില്ലനസം കാണിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ആ പടത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അവർ നേരത്തെ പടമായി പോകുന്നുണ്ട്. അതായത് സിനിമ തീരുന്നതിന് മുമ്പ് തന്നെ ഈ പടത്തിലെ മെയിൻ വില്ലനും പിന്നെ മെയിൻ വില്ലനിസം കാണിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളും തട്ടിപ്പോകും. പിന്നെ ഏറ്റവും അവസാനം വരുന്ന ഈ ആമിർ ഖാന്റെ ഈ പട്ടിപിടുത്തക്കാരൻ റോളാണ്. അത് കണ്ടുകഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ദുരന്തം പോലെ ഫീൽ ചെയ്യും. നമ്മൾ ഈ